ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പഴയന്നൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ പെരുമയിലേക്ക് മനക്ലേശം മാറിയ കൊച്ചി രാജാവും കാശിയിൽ നിന്നും പൂവൻകോഴിയുടെ രൂപത്തിൽ കടന്നുവന്ന ഭഗവതിയും പുരാണപുരി പഴയന്നൂർ ആയതും തിടപ്പള്ളിക്ക് പുറത്ത് ശ്രീകോവിലിന്റെ രഹസ്യവും ഈ ഭഗവതി ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നു. ഒരു കാലത്ത് കടുത്ത മനക്ലേശം അനുഭവിച്ച ഒരു കൊച്ചി രാജാവ് സമാധാനം തേടി കാശിയിലേക്ക് പോയി. അവിടെ പുരാണപുരി എന്ന സ്ഥലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ അദ്ദേഹം ഭജനമിരുന്നു. രാജാവിന്റെ തപസ്സിൽ സംപ്രീതയായ ദേവി അദ്ദേഹത്തോടൊപ്പം പോരാൻ സമ്മതിച്ചു. അങ്ങനെ ആ പുരാണപുരിയാണ് പിന്നീട് മലയാളീകരിക്കപ്പെട്ട് പഴയന്നൂർ ആയതെന്നാണ് വിശ്വാസം. ഏറ്റവും കൗതുകകരമായ കാര്യം ദേവി രാജാവിനൊപ്പം വന്നത് ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലായിരുന്നു എന്നതാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറത്ത് അക്കാലത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ എത്തിയ ദേവി ഒരു ബാലികയുടെ രൂപത്തിൽ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ കയറി ഭക്ഷണം ചോദിച്ചുവെന്നും പെട്ടെന്ന് അപ്രത്യക്ഷയായി എന്നുമാണ് മറ്റൊരു ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ദേവിയുടെ ശ്രീകോവിൽ പ്രധാന തിടപ്പള്ളിയോട് ചേർന്ന് പുറത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവത്തിന് തിരുവോണം നാളിലാണ് ആറാട്ട്. മീനമാസത്തിലെ തിരുവോണം നാളാണ് ഉത്സവത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന് 8 ദിവസം മുൻപ് കൊടിയേറ്റ് നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ കഞ്ഞിയും പുഴുക്കും ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. കൂടാതെ എല്ലാ മാസവും തിരുവോണം നക്ഷത്ര ദിവസം ഇവിടെ അന്നദാനം നടക്കാറുണ്ട്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം രാവിലെ 4:30 മുതൽ 11 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 8 മണി വരെയും ഭക്തർക്കായി തുറന്നിരിക്കും. CCV ന്യൂസ്, പഴയന്നൂർ.